ഓക്കെ ഓക്കെ നമ്മൾ പഠിക്കാനായി ഉദ്ദേശിക്കുന്നത് കേരള ചരിത്രമാണ്. കേരള ചരിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടുള്ള കേരള ഹിസ്റ്ററിയിലെ അറൈവൽ ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് യൂറോപ്യൻസ് ഇൻ കേരള എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം അതിൽ തന്നെ ആദ്യമായിട്ട് ഭാരതത്തിൽ എത്തിയ യൂറോപ്യന്മാർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. നമുക്കറിയാം പോർച്ചുഗീസുകാർക്ക് മുമ്പ് ഒരുപാട് വിദേശികൾ ഭാരതത്തിൽ എത്തിയിട്ടുണ്ട്. ഭാരതം എന്ന് പറയുന്നത് അന്നത്തെ GDP-യിലെ ലയൺ ഷെയർ അഥവാ സിംഹഭാഗം കൈകാര്യം ചെയ്തിരുന്ന വ്യക്തികളാണ് എന്ന ഒരു ധാരണയിലാണ് വിദേശികൾ പലതും ഭാരതത്തിൽ എത്തുകയും അവരുടെ ഇവിടെ നിന്ന് അവർക്ക് മാക്സിമം ഉപയോഗപ്പെടുത്താൻ പറ്റുകയും ചെയ്യുമോ എന്ന അന്വേഷണവുമായി പലരും എത്തിയത്. അപ്പൊ അതിന്റെ ഭാഗമായാണ് പോർച്ചുഗീസുകാരും ഭാരതത്തിലെത്തുന്നത്. ഭാരതത്തിൽ എത്തിയ വിദേശികളെ പറ്റി പറയുമ്പോൾ അതെ, വിദേശികളെ പറ്റി പറയുമ്പോൾ ആരാണ്? ഒരുപാട് വിദേശികളുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എത്തിയത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാര്, രണ്ടാമത് ഡച്ചുകാര്, മൂന്നാമത് ബ്രിട്ടീഷുകാര്, പിന്നെയുള്ളത് ഫ്രഞ്ചുകാർ അവസാനമായിട്ട്. അപ്പൊ ആദ്യമായിട്ട് ഭാരതത്തിൽ എത്തിയ വിദേശികൾ എന്ന് പറയാവുന്നത് ആരാണ്? അറബുകളാണ്. പക്ഷെ കടൽമാർഗം ഭാരതത്തിൽ എത്തിയ ആദ്യത്തെ വിദേശികൾ എന്ന് പറയാവുന്ന ആളുകളാണ് ആര്? പോർച്ചുഗീസുകാര് വന്നത് നമുക്കറിയാം 1498 മെയ് 20 വാസ്കോഡ ഗാമ കാപ്പാട് കടപ്പുറത്തെ ചേമഞ്ചേരി പഞ്ചായത്തിൽ കലുകുത്തുന്നതോട് കൂടെയാണ് എന്താ പറയാ ഇവിടെ പോർച്ചുഗീസുകാരുടെ വരവുണ്ട് എന്ന് പറയാൻ പറ്റും. പക്ഷേ നമ്മുടെ പോർച്ചുഗീസുകാരുടെ ചരിത്രം പറയുമ്പോൾ നമ്മൾ എപ്പോഴും പീരീഡ് 1505 മുതൽ പറയും. കാരണം എന്താ? 1498 വ്യവസായത്തിന് വേണ്ടി വന്ന പോർച്ചുഗീസുകാർ 1505 ഇവിടെ ഒരു എന്താണ് കിങ്ഡം ആരംഭിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കിങ്ഡം തന്നെ ആരംഭിക്കുകയാണ്. അതാണ് 1505. 1505 പ്രത്യേകത, അന്നത്തെ ആദ്യമായിട്ടൊരു പോർച്ചുഗീസ് ഗവർണർ അല്ലെങ്കിൽ എന്താണ് ഒരു ജനറൽ ഉണ്ടാവുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്നാണ്. ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ആദ്യത്തെ പോർച്ചുഗൽ ജനറൽ ഇന്ത്യയിൽ വന്നത്. 1505 ഇവിടെ എത്തിയത്, ഗവർണറായിട്ട് എത്തിയത്, അല്ലെങ്കിൽ വൈസ്രോയി ആയിട്ട് എത്തിയത്. അവസാനത്തെ ആള് നമുക്കറിയാം, അവസാനത്തെ പോർച്ചുഗൽ ഇന്ത്യൻ വൈസ്രോയി എന്ന് പറയുന്നത് മാനുവൽ ആന്റോണിയോ വെസലോ ഇ സെൽവ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം വലിയ ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ ഈ ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കണം. ആദ്യത്തെ തലസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? കൊച്ചിയായിരുന്നു. 1505 മുതൽ 1530 വരെ കൊച്ചിയായിരുന്നു പോർച്ചുഗീസുകാരുടെ തലസ്ഥാനം. അതിനുശേഷം 1510 ബീജാപ്പൂർ സുൽത്താന്മാരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുന്നത്? പോർച്ചുഗീസുകാരെ പ്രശസ്തമായ ഗോവ പിടിച്ചെടുക്കുന്നത്. നമ്മളെ 1530 ആയപ്പോഴത്തേക്ക് തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റി. അവിടെ തന്നെ 1843 മുതൽ ഗോവയുടെ ഇപ്പോഴത്തെ ക്യാപിറ്റലായ പഞ്ചിമിലായിട്ട് അത് മാറ്റി. നിങ്ങൾക്ക് ആലോചിക്കണം, 1498 ജൂലൈയിലാണ് ഈ വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് ഒരു എക്സ്പെഡിഷൻ വേണ്ടി അയക്കുന്നത്. ആ അയച്ച രാജാവിന്റെ പേരാണ് ആദ്യത്തെ, അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആയിരുന്നു ആദ്യത്തെ ഈ രാജാവ്. എന്ന് വെച്ചാൽ പോർച്ചുഗീസ് ഇന്ത്യ ഇവിടെ ആസ്ഥാനം ഉറപ്പിക്കുന്ന സമയത്ത് ആ രാജാവ് മാനുവൽ I ഓഫ് പോർച്ചുഗൽ അഥവാ ഡോം മാനുവൽ ഒന്നാമൻ. ഈ ഡോം മാനുവൽ ഒന്നാമന്റെ ചിന്ത അല്ലെങ്കിൽ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് 1503 മാനുവൽ ഫോർട്ട് കേരളത്തിൽ ഉണ്ടാകുന്നത്. ഒരു യൂറോപ്യന്മാര് ഇന്ത്യയിൽ ആരംഭിച്ച് തുടങ്ങിയ അല്ലെങ്കിൽ സ്ഥാപിച്ച ആദ്യത്തെ കോട്ടയാണ് മാനുവൽ കോട്ട. ഈ ഡോം മാനുവൽ ഒന്നാമൻ രാജാവിന്റെ ഓർമ്മയ്ക്കാണ് പണിതത്. ആരാണ് പണിതത്? അത് അൽബുക്രക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ്. അൽഫോൺസോ ഡി അൽബുക്രക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതുണ്ടാക്കിയത്. അപ്പൊ ആദ്യത്തെ ഗവർണർ ഫ്രാൻസിസ്കോ ഡി അൽമേഡ,
ഈ ഡോ മാനുവലിന്റെ സ്മരണാർത്ഥം 1503 മാനുവൽ ഫോർട്ട് ഉണ്ടാക്കിയത് അൽ ബുക്കർക്ക് അൽ ബുക്കർക്ക് അൽ ബുക്കർക്ക് അൽ ബുക്കർക്ക്. ഓക്കെ. 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 ഇതൊക്കെ മാറ്റാം. അപ്പൊ 1920 1510 ബീജാപ്പൂർ സുൽത്താൻ ഗോവ പിടിച്ചെടുക്കുന്നു. 1505 എന്താ അൽഫോൺസോ 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 അങ്ങനെ ഇത് മാറ്റുന്നു. 1503 എന്താണ്? 1503 മാനുവൽ ഫോർട്ട് ആണ്. മാനുവൽ ഫോർട്ട് ആരാണ്? ആണ് ഇത്. ഓക്കെ. അതുപോലെ അടുത്ത് നമുക്ക് നോക്കേണ്ടത്, നമ്മളത് പറഞ്ഞു, അടുത്ത് നമ്മൾ നോക്കേണ്ടത് ബർത്തലോമിയോ ഡയസിനെ പറ്റിയാണ്. ആരാണ് ബർത്തലോമിയോ ഡയസ്? ബർത്തലോമിയോ ഡയസ് എന്ന് പറയുന്നത് ഒരു പോർച്ചുഗീസ് നാവികനായിരുന്നു. അദ്ദേഹം 1488 ശുഭപ്രതീക്ഷാ മുനമ്പ് ചുറ്റുകയും ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഈസ്റ്റിലോട്ട് വരാൻ പറ്റും എന്ന ഒരു അറിവ് യൂറോപ്യന്മാർക്ക് കൊടുത്ത ഒരു നാവികനായിരുന്നു ബർത്തലോമിയോ ഡയസ്. സ്പാനിഷ് ഗായ് ആൻഡ് ഹി വർക്ക്ഡ് ഫോർ പോർച്ചുഗീസ് എന്നാണ് പറയപ്പെടുന്നത്. പോർച്ചുഗീസുകാരാണ്. നമ്മൾ ആരാണ്? ബർത്തലോമിയോ ഡയസ്. പക്ഷേ ബർത്തലോമിയോ ഡയസ് അന്ന് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലോട് കറങ്ങി. അത് കറങ്ങി തിരിച്ച് ഭാരതത്തിലോട്ട് എത്തിയത് വാസ്കോഡ ഗാമ എന്ന് പറയുന്ന അതിസാഹസികനാണ്. 1497 ജൂലൈയില് കണക്കുണ്ട്. 1497 ജൂലൈയില് ലിസ്ബണിൽ നിന്ന് കിങ് പോർച്ചുഗലിലെ ഡോം മാനുവൽ ഒന്നാമന്റെ ആശീർവാദത്തോടു കൂടെ ട്രാവൽ ചെയ്ത ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര് സാവോ ഗബ്രിയേൽ എന്നാണ്. കൂടെ സാവോ റാഫേൽ, സാവോ ബരിയോ എന്നീ 2 കപ്പൽ. അപ്പം സാവോ ഗബ്രിയേല്, ബരിയോ, റാഫേൽ എന്നീ 3 കപ്പലുകളുമായിട്ടാണ് ഗാമ ഭാരതത്തിലേക്ക് ലക്ഷ്യം വെച്ച് നടന്നത്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി 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 അവർ ഭാരതത്തിൽ എവിടെ എത്തി? ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് എത്തി. കാപ്പാട് കടപ്പുറത്ത് കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് 1498 മെയ് 20 പോർച്ചുഗീസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള വാസ്കോഡ ഗാമ എത്തി. വാസ്കോഡ ഗാമ വന്ന കപ്പലിന്റെ പേര് സാവോ ഗബ്രിയേൽ എന്നാണ്. അതിൽ തെക്കൻ കപ്പലിലാണ് സാവോ റാഫേലും സാവോ ബരിയോയും. 1499 ഇവിടുത്തെ കച്ചവടമൊക്കെ വൻ വിജയകരമാക്കി പൂർത്തിയാക്കി. അതിനും ഒരുപാട് നേട്ടം ശേഷം ഗാമ പോർച്ചുഗലിലേക്ക് തിരിച്ചു. അതിനിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. ഇവിടെ സാമൂതിരിയുമായിട്ട് പ്രശ്നം ഉണ്ടായി. പക്ഷെ അതൊക്കെ അദ്ദേഹം തരണം ചെയ്ത് രക്ഷപ്പെട്ട് 1499 പോർച്ചുഗലിലേക്ക് തിരിച്ചു. ഗാമയുടെ രണ്ടാം വരവ് 1502 അദ്ദേഹം തിരിച്ചു വന്നു. 15 കപ്പലിലാണ് അദ്ദേഹം വന്നത്. 3 കപ്പലിലാണ്. ഇപ്പോൾ 15 കപ്പലിൽ 800 ആളുകളുമായി വാസ്കോഡ ഗാമ ഇന്ത്യയെ ലക്ഷ്യമാക്കി വന്നു. അദ്ദേഹം നേരെ കൊച്ചിയിലിറങ്ങി. പിന്നെ കോഴിക്കോട് ഇറങ്ങി. കോഴിക്കോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കണ്ണൂർ വെച്ച് കുറെ വെസൽസ് ഒക്കെ നശിപ്പിച്ചു. ക്യാപ്ചർ ചെയ്തു. അതൊക്കെ പിടിച്ചു. തിരിച്ചു പോകുന്ന വഴിയിൽ സാമൂതിരിയുടെ ഒരു ഫ്ലീറ്റിനെ തന്നെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. പക്ഷെ അദ്ദേഹം എങ്ങനെയോ തടിതപ്പി തിരിച്ച് പറന്ന് എവിടെ? ലിസ്ബണിൽ തിരിച്ചെത്തി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് വാസ്കോഡ ഗാമയുടെ രണ്ടാമത്തെ യാത്ര. ആദ്യത്തെ യാത്ര 1497 ആരംഭിച്ച് 98 കേരളത്തിലെത്തിയ യാത്ര. രണ്ടാമത് 1502 യാത്ര. 1502 യാത്ര. അപ്പൊ നമ്മൾ പറഞ്ഞു 58 ബർത്തലോമിയോ ഡയസ്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, പിന്നെന്താ ഗബ്രിയേൽ, ബരിയോ, റാഫേൽ. 1502 ആരംഭിച്ചത്. എത്തിയത് ഫസ്റ്റ് പോർച്ചുഗീസ് ക്യാപ്റ്റൻ. ഗാമയുടെ ആദ്യത്തെ ജേണി ലിസ്ബണില് ജൂലൈയിലാണ് ആരംഭിച്ചത്. ഡോം മാനുവൽ ഒന്നാമൻ, സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, സാവോ ബരിയോ തിരിച്ച് 1999 പോയി. ഗാമയുടെ രണ്ടാം വരവ് 3 പകരം 15 കപ്പലും 800 ആളുകളുമായിട്ട് എത്തി. 502 എത്തിയത്. അറബ് വെസൽസ് കണ്ണൂർ പോകുന്നതിന് പൊട്ടിച്ചു അല്ലെങ്കിൽ മുക്കി. അതുപോലെ കോഴിക്കോട് സിറ്റി അദ്ദേഹം ബോംബ് ചെയ്തു. പിന്നെ റിട്ടേൺ വോയേജിൽ സാമൂഹിക പടയറ്റ് നേരിട്ടു. അദ്ദേഹം എങ്ങനെയോ തടിതപ്പി വിജയിച്ച് തിരിച്ച് ലിസ്ബണിലേക്ക് പോയി എന്നാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത് നമുക്ക് പറയാനുള്ളത് ഗാമയുടെ രണ്ടാമത്തെ ജേണിയാണ്. ഗാമയുടെ മൂന്നാമത്തെ ജേണി. നമ്മൾ രണ്ടാമത്തെ ജേണി വരെ പറഞ്ഞു. ഗാമയുടെ മൂന്നാമത്തെ ജേണി. ഗാമയുടെ മൂന്നാമത്തെ ജേണി.
നമ്മൾ ആദ്യം ഗാമ എത്തിയത് എന്നാണ് 1498-ലാണ്. 1498-ലാണ് ഗാമ ആദ്യമായിട്ട് എത്തിയത്. രണ്ടാമതെത്തിയത് എന്നാണ് 1502-ലാണ്. അവസാനമായിട്ട് എത്തിയത് 1524. 1524-ലാണ് ഗാമ മൂന്നാമതും അവസാനമായും കേരളത്തിൽ നിന്ന് ഭാരതത്തിൽ എത്തുന്നത്. അദ്ദേഹം 1524 ഡിസംബർ 24 അദ്ദേഹം അന്തരിച്ചു പോയി എന്നുള്ളതാണ്. അദ്ദേഹം കേരളത്തിൽ വെച്ച് അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ശവസംസ്കാരം സെന്റ് ഫ്രാൻസിസ് ചർച്ച്, കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിൽ നടന്നു. പക്ഷെ പിന്നീട് 1539 അതിനെ ജെറോണിമസ് കത്തീഡ്രൽ റിച്ച്മണ്ടിലോട്ട് പോയി അവിടെ വളരെ ആദരപൂർവ്വം സംസ്കരിക്കുകയാണ്. അതായത് ഗാമയുടെ മൂന്നാം വരവ്. അടുത്ത ഗാമയ്ക്ക് ശേഷം, ഗാമ എന്നാണ് ആദ്യം വന്നത് 1498-ലാണ്. അദ്ദേഹം തിരിച്ചു പോയത് 99-ലാണ്. അത് കഴിഞ്ഞ് 1500 ആയപ്പോഴത്തേക്കും പുതിയൊരാള് തിരിച്ചു വന്നു ഭാരതത്തിൽ. പേരാണ് പെഡ്രോ അൽവാരിസ് കബ്രാൾ. രണ്ടാമത് 6 കപ്പലുകളുമായാണ് കബ്രാൾ എത്തിയത്. അദ്ദേഹം 1500 കോഴിക്കോട് എത്തി. ഇവിടെ നിന്ന് അദ്ദേഹം ഒരു ഫാക്ടറി ഉണ്ടാക്കാനുള്ള ഒരു അനുവാദവും കൊച്ചിയിലെ സാമൂതിരിയുടെ കയ്യിൽ നിന്ന് അദ്ദേഹം നേടിയെടുക്കേണ്ടത്. അടുത്ത ആളാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. യു ഓൾറെഡി സെഡ് ഓഫ് അൽമേഡ. ഭാരതത്തിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു 1505-ലെത്തിയ ഫ്രാൻസിസ്കോ ഡി അൽമേഡ. സെന്റ് ആഞ്ചലോ ഓഫ് കോട്ട പണി കഴിപ്പിച്ചത് 1505 ഈ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ഇവിടെ നീല ജലനയം എന്ന് പറയുന്ന പോളിസി ആരംഭിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അപ്പൊ ഫ്രാൻസിസ്കോ ഡി അൽമേഡയെ പറ്റി പറയുന്നത് 1505. അതുപോലെ തന്നെ എന്താണ് സെന്റ് ആഞ്ചലോ കോട്ട. ആഞ്ചലോ കോട്ട എവിടെയാണ്? കണ്ണൂരാണ് സെന്റ് ആഞ്ചലോ കോട്ട. അതുപോലെ തന്നെ ബ്ലൂ വാട്ടർ പോളിസി നീല ജലനയം ആരംഭിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു ഫ്രാൻസിസ്കോ ഡി അൽമേഡ. നീല ജലനയം എന്ന് പറഞ്ഞ പോർച്ചുഗീസ് നാവികസേന, പോർച്ചുഗീസിന്റെ നാവികസേനയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇത് ആരംഭിച്ചത്. അടുത്തത് അൽഫോൺസോ ഡി അൽബുക്കർക്ക്. ഓൾറെഡി അൽബുക്കർക്ക് 1503 മാനുവൽ ഫോർട്ട് പണി കഴിപ്പിച്ച വ്യക്തിയാണ് അൽഫോൺസോ ഡി അൽബുക്കർ. കൺസ്ട്രക്റ്റഡ് മാനുവൽ ഫോർട്ട്, the earliest European fort to be built in India in 1503. He had to fight with the ruler of Bijapur, and in the year 1510 Albuquerque got Goa under his domain. ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് 1510-ലാണ് ഗോവ ബീജാപ്പൂർ സുൽത്താൻമാരിൽ നിന്ന് പിടിച്ചെടുത്തത്. ആരാണ് പിടിച്ചെടുത്തത്? പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന അൽഫോൺസോ ഡി അൽബുക്കർ. എസ്റ്റാബ്ലിഷ്ഡ് സ്കൂൾസ് ഫോർ എഡ്യൂക്കേഷൻ, ഇൻട്രൊഡ്യൂസ്ഡ് ഫ്രഷ് കോയിനേജ്, പ്രൊഹിബിറ്റഡ് സതി നിർത്തലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണെന്ന് ചോദിച്ചത് അൽഫോൺസോ ഡി അൽബുക്കർക്കാണ്. ഹി എൻകൗണ്ടേർഡ് മാരേജ് ഓഫ് പോർച്ചുഗീസ് ടു ലോക്കൽ വുമൺ ആൻഡ് ക്രിയേറ്റഡ് മിക്സഡ് കോളനീസ് ഫോർ പോർച്ചുഗീസ്. എന്ന് വെച്ചാൽ അദ്ദേഹം മിക്സഡ് കോളനി സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് സങ്കര ഇനത്തിലുള്ള ആളുകൾ ഉണ്ടായെങ്കിൽ മാത്രമേ പോർച്ചുഗീസുകാർക്കോടെ ശക്തിപ്പെടാൻ പറ്റൂ. അതുകൊണ്ട് പോർച്ചുഗീസ് നാവികന്മാർ ഇന്ത്യൻ സ്ത്രീകളെ കല്യാണം കഴിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. അപ്പൊ അതാണ് ഗാമയുടെ മൂന്നാം വരവിനെ നമ്മൾ പറ്റി പറഞ്ഞു. അദ്ദേഹത്തിന്റെ മരണം പറഞ്ഞു 1524 ഏകദേശം. അദ്ദേഹത്തിന് 3 വരവുകൾ 524 അദ്ദേഹത്തിന്റെ ശരീരം ആദ്യം സെന്റ് ഫ്രാൻസിസ് പള്ളിയിലും പിന്നെ ജെറോണിമസ് കത്തീഡ്രലിലും അടക്കം ചെയ്ത കാര്യം പറഞ്ഞു. ഇന്ത്യയിലും ഗാമയ്ക്ക് ശേഷം വന്ന നാവികനാണ് പെഡ്രോ അൽവാരിസ് കബ്രാൾ. അദ്ദേഹം വന്ന കഥ പറഞ്ഞു. 6 ഷിപ്പിൽ അദ്ദേഹം പറഞ്ഞു. 1500 അദ്ദേഹം കോഴിക്കോടത്തെ കഥ പറഞ്ഞു. പോർച്ചുഗീസുകാർക്ക് ഒരു കോട്ട പണിയാനുള്ള അവകാശം നേടിയെടുത്ത പെഡ്രോ അൽവാരിസ് കബ്രാൾ എന്ന് പറഞ്ഞു. 1498 പിന്നെ 99 തിരിച്ചുപോയി. 1500 അൽവാരിസ് കബ്രാൾ വന്നു. പിന്നെ അവരുടെ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ്. 1503 സെന്റ് ആഞ്ചലോ ഫോർട്ട് ഉണ്ടാക്കി. 1505 സെന്റ് ആഞ്ചലോ ഫോർട്ട് ഉണ്ടാക്കി. അതുപോലെ തന്നെ നീല ജലനയം ബ്ലൂ വാട്ടർ പോളിസി കൊണ്ടുവന്നു സമുദ്രത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട്. കോട്ടയം എന്നൊക്കെ പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ അൽഫോൺസോ ഡി അൽബുക്കർക്ക് പറഞ്ഞു. പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകനായിട്ട് ബീജാപ്പൂർ സുൽത്താനെ തോൽപ്പിച്ച് ഗോവ കീഴടക്കാനും പറഞ്ഞു. അതുപോലെ മാനുവൽ ഫോർട്ട് ഉണ്ടാക്കിയാലും 1503 ബീജാപ്പൂർ സുൽത്താനെ തോൽപ്പിച്ചായിരുന്നു. ഗോവ 1510 ലോക്കൽ വുമൻസിനെ മിക്സഡ് കോളനി വ്യവസ്ഥയും സതി നിർത്തലാക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് അൽഫോൺസോ ഡി അൽബുക്കർക്ക് എന്ന് പറയുന്ന